SRH പഞ്ചാബ് ക്ലാസ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. ശരിക്കും നമുക്ക് ഈ ടൂർണമെന്റിൽ ഈ സീസണിലെ റിയൽ ക്ലാസിക് പോരാട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന മാച്ചുകളിലൊന്നാണ്. ഇത് ജയിക്കുന്ന ടീമിന് ഒന്നാം സ്ഥാനത്ത് എത്താമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ തുടർച്ചയായിട്ട് വിജയിച്ചു എന്ന് ഒരു പരാജയം പോലും സംഭവിക്കാതെ വന്ന് പിന്നീട് തുടർച്ചയായി 2 പരാജയം നേരിട്ടുകൊണ്ടാണ് പഞ്ചാബ് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു സമ്മർദ്ദം സ്വാഭാവികമായിട്ടും പഞ്ചാബിനുണ്ടാവും. SRHന് ഒരു ആശങ്കയില്ല. ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും എല്ലാം ഒരു ഓൾ സെറ്റ് ടീമാണ്. പ്രവചനം അസാധ്യമാണ്, എന്നാൽ പോലും സൺറൈസേഴ്സിനൊപ്പം നിൽക്കുന്നു. അവസാന കളി സൺറൈസേഴ്സ് കൊൽക്കത്തയോട് തോറ്റിട്ടാണ് വരുന്നത്. 7 വിക്കറ്റിൻ്റെ ഒരു തോൽവിയൊക്കെ തോറ്റിട്ടാണ് വരുന്നത്. പക്ഷേ എങ്കിലും അവർ തിരിച്ചുവരവിൻ്റെ ഒരു സൂചന നന്നായിട്ട് നൽകുന്ന ടീമാണ്. തീർച്ചയായിട്ടും അതോട് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് ജയിക്കാനാണെന്നൊരു സാധ്യത കൂടുതൽ. ഇതിൽ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബ് ഗുജറാത്ത് മത്സരം ഇരുന്ന സമയത്ത് പിന്നെ നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പഞ്ചാബിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അനുഭവിക്കുന്ന സ്ട്രഗിളിനെ കുറിച്ചിട്ട്. ആ മത്സരത്തിൽ നമ്മളിത് കാണുകയും ചെയ്തു. ഗുജറാത്ത് പഞ്ചാബിനെ പരാജയപ്പെടുത്തുന്നത് ബോളിംഗ് സ്ട്രെങ്ത് കൊണ്ടാണ്. കുറച്ചുകൂടി ഈ സീസണിൽ പഞ്ചാബ് ടൂർണമെൻറ്റിൽ തുടക്കത്തിൽ തന്നെ നന്നായി പിന്നെ കളിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പല മത്സരങ്ങളും ഹർഷദീപ് സിംഗ് ഒക്കെ പിന്നെ ചെണ്ടയാവുന്നത് നമ്മൾ കണ്ടു. ഈ സീസണിലെ യഥാർത്ഥത്തിൽ ഒഫീഷ്യൽ ചെണ്ടായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹർഷദീപ് സിംഗിനെ പറയാൻ സാധിക്കും. സോ പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പുനരാലോചനകൾ അവർ നടത്തിയേ മതിയാവൂ എന്ന് തന്നെയാണ് ഞാനും അതുകൊണ്ട് തന്നെ SRHനൊപ്പം നിൽക്കുന്നു. പഞ്ചാബ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് പ്രീതി സിന്റെ ഒക്കെ ആരുമില്ല.